കടലും കായലും മലനിരകളും എല്ലാം ഉൾപ്പെട്ട മനോഹരമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമാണ് കേരളം. സംസ്ഥാനത്തിന്റെ വിസ്തൃതി കുറവായതിനാൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം ആസ്വദിക്കുവാൻ വിനോദസഞ്ചാരികൾക്ക് കഴിയും എന്നത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം യാത്രാ സൗകര്യവും ക്രമസമാധാന പാലനവും മെച്ചപ്പെട്ടതാണെങ്കിൽ മറ്റുള്ളതൊന്നും വലിയ വിഷയമാകാറില്ല. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കാനും സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കാനുമായിട്ടും ഒക്കെയാണ് കേരളത്തിൽ തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകൾ കേരളം ഉപയോഗിക്കുന്നത്. ഇപ്പോഴിതാ ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി സെന്റ് തോമസ് പൂങ്കാവ് പള്ളികളെ സംസ്ഥാന സർക്കാരിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി നൽകിയിരിക്കുന്നു. 2 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിരിക്കുന്നത്. പദ്ധതിക്ക് 40 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പള്ളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും നിലവാരവും മെച്ചപ്പെടുത്താനാണ് തുക വിനിയോഗിക്കുക. തീർത്ഥാടന ടൂറിസത്തിൽ അനന്ത സാധ്യതകളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളെ സംരക്ഷിക്കുകയും സഞ്ചാരികൾക്ക് ആസ്വാദ്യകരമാക്കുകയുമാണ് തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ലക്ഷ്യം. ആലപ്പുഴ ജില്ലയിലെ തീർത്ഥാടന ടൂറിസം മേഖലയിൽ വലിയ പ്രാധാന്യമുള്ള പ്രദേശമായി ഭാവിയിൽ തുമ്പോളി സെന്റ് തോമസ് പൂങ്കാവ് പള്ളികൾ മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ് തീർത്ഥാടന ടൂറിസത്തിൽ ഉൾപ്പെടുത്തി ടൂറിസം വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. പ്രസിദ്ധമായ കായലുകൾ, നെൽവയലുകൾ, തെങ്ങിൻ തോപ്പുകൾ, മനോഹരമായ ഹൗസ് ബോട്ടുകൾ, വൈവിധ്യമാർന്ന പാചക രീതികൾ എന്നിവയ്ക്ക് പുറമെ ഊർജ്ജസ്വലമായ ചില ആത്മീയ സ്ഥലങ്ങളും കേരളം ഉൾക്കൊള്ളുന്നുണ്ട്. വൈവിധ്യമാർന്ന മതാധിപത്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രപരവും സമകാലികവുമായ വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ശേഖരവും കേരളത്തിലുണ്ട്. ദൈവത്തിന്റെ സ്വർഗീയ മേഖലയായി കണക്കാക്കപ്പെടുന്ന കേരളം ഏറ്റവും മനോഹരമായ പള്ളികളും ക്ഷേത്രങ്ങളും മോസ്കുകളും ഗുരുദ്വാരകളും ഉള്ള സ്ഥലം കൂടിയാണ്. നീണ്ടുനിന്ന യുദ്ധങ്ങളെയും നിർദ്ദയമായ കാലക്രമത്തെയും ധിക്കരിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ശ്രദ്ധേയമായ വാസ്തുവിദ്യകൾ അവയുടെ ശ്രദ്ധേയമായ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ 2000 വർഷത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇന്നും പുരാതന ക്ഷേത്രങ്ങൾക്കുള്ളിലെ ആദ്യ കാഴ്ചകൾ ആരെയും നിശബ്ദരാക്കുന്നു. പൗരാണികതയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയ്ക്കും കാലാതീതമായ ഭൂതകാലമുണ്ട്. കൊളോണിയൽ കാലത്തെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ ചരിത്രപരമായ നിരവധി പള്ളികളുമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സിഖുകാരുള്ളത് കൊച്ചിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥലം കൂടിയാണ് ഇത്. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെ തേവരയ്ക്ക് വളരെ അടുത്താണ് പൂമണ്ണൂരിലെ ഗുരുദ്വാര ശ്രീ ഗുരു സിംഗ് സഭ. 1955 സ്ഥാപിതമായ ഗുരുദ്വാര വാസ്തുവിദ്യാപരമായി ഹിന്ദു മുസ്ലിം ശൈലികളുടെ സമന്വയമാണ്. ജാതി, നിറം, സാമ്പത്തിക സ്ഥിതി എന്നിവ പരിഗണിക്കാതെ നഗ്നപാതനും തലയും മറയ്ക്കാത്ത ആർക്കും ഒരു ഗുരുദ്വാരയിൽ പങ്കെടുക്കാം. കേരളത്തിന്റെ വടക്കൻ ഭാഗത്താണ് മസ്ജിദുകൾ കൂടുതലായി കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഇങ്ങനെ പള്ളികളാലും അമ്പലങ്ങളാലും ഒക്കെ സമൃദ്ധമായ നാടാണ് കേരളം.